വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞത് നായാടി മുതൽ നസ്രാണി വരെ എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? അത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം എന്നുള്ള നിലയ്ക്കാണ്. നായാടി മുതൽ നമ്പൂതിരി വരെ എന്നായിരുന്നു SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശൻ സമത്വ മുന്നേറ്റ യാത്ര നടത്തിയ സമയത്ത് ഉയർത്തിയ മുദ്രാവാക്യം. അന്നത്തെ ഹിന്ദു സമൂഹത്തിന് മാത്രം ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളെ ഒരുമിച്ച് നിന്ന് നേരിടാൻ തക്ക രീതിയിൽ ഒരു ഹൈന്ദവ ഏകീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അന്ന് അദ്ദേഹം അത് ഉയർത്തിയത്. അതിനു മുൻപ് നാരായണ പണിക്കരും പിന്നെ സുകുമാരൻ നായരും ഒക്കെ ആ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ ആൾക്കാരാണ്. വെള്ളാപ്പള്ളി നടേശൻ ആ മുദ്രാവാക്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. ഒരു പടി കൂടി കടന്ന് അദ്ദേഹം നായാടി മുതൽ നസ്രാണി വരെ എന്നാക്കി. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ വളരെ ബുദ്ധിപൂർവമായ പ്രായോഗികമായ കേരളത്തിന് അനിവാര്യമായ ഒരു സംഭവമാണ് എന്നാണ് എനിക്കിത് കേട്ടപ്പോൾ തോന്നിയത്. കാരണം കേരളം അതിവേഗം ഒരു ഇസ്ലാമൈസേഷന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമായിട്ട് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അതിവേഗം ഇസ്ലാമിൻ്റെ സ്വാധീനത്തിന് കീഴിലാണ് കേരളത്തിലെ സമസ്ത രംഗങ്ങളും. ഭരണമായാലും സാമൂഹ്യ രംഗങ്ങളായാലും വ്യാവസായിക രംഗമായാലും എല്ലാം ഇസ്ലാമിൻ്റെ കീഴിൽ അടിപ്പെട്ട് കഴിഞ്ഞൊരു കേരളമാണത്. ഇസ്ലാമിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് ഈ കാലഘട്ടത്തിൽ ഇനി ഇറക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഷങ്ങൾക്ക് മുൻപ് നടത്തിയൊരു പ്രസ്താവനയുണ്ട് ഇസ്ലാമിനെക്കുറിച്ച്. പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം ഒരു പ്രധാനപ്പെട്ട മുസ്ലിം സംഘടന അവർ നബിയുടെ മുടി സൂക്ഷിക്കുന്ന ഒരു പള്ളി കോഴിക്കോട് കേന്ദ്രീകരിച്ച് പണിത സമയത്ത് പിണറായി വിജയൻ നടത്തിയൊരു പ്രസ്താവന വളരെ തൻ്റെ ഇടത്തോടുകൂടി നടത്തിയൊരു പ്രസ്താവനയായിട്ടാണ് അന്ന് ഞാൻ അതിനെ കണ്ടത്. ഇത് നഖവും മുടിയുമെല്ലാം ബോഡി വേസ്റ്റാണ് എന്ന് ആർജവത്തോടെ അന്ന് പറഞ്ഞ പിണറായി വിജയൻ ഇന്ന് പറയാൻ തയ്യാറുണ്ടോ? യാതൊരു സംശയമില്ല. ഒരൊറ്റ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോ കോൺഗ്രസ് നേതാക്കന്മാരോ ആരും ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും ഒരു പ്രതികരണവും നടത്തില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വഖഫ്. വഖഫിൻ്റെ വിഷയം തുടങ്ങിയപ്പോൾ VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് ഇത് വഖഫ് ഭൂമിയല്ല. കാരണം ഇത് വഖഫിൻ്റെ തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളതാണ്. ഇത് കണ്ടീഷണലായിട്ട് കൊടുത്ത ഭൂമിയാണ്. വഖഫ് നിയമം അനുസരിച്ച് ഉപാധികളോടെ ഒരു ഭൂമി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് വഖഫല്ല. ഞാനിത് മുസ്ലിം സംഘടനകളുമായിട്ട് നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് പറയുന്നത് എന്ന് VD സതീശൻ അന്ന് പത്രക്കാരോട് പറഞ്ഞിരുന്നു. പക്ഷേ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ വയനാടും പാലക്കാടും പിന്നെ നമ്മുടെ വടക്കാഞ്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ നിലപാട് മാറ്റി. ലീഗടക്കം നിലപാട് മാറ്റി. അത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞു അവർ. VD സതീശൻ ആ കാര്യം പിന്നീട് കേരളത്തിലെ VD സതീശനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അത് വഖഫ് ഭൂമി അല്ല എന്ന് പറയാൻ തയ്യാറായോ? കമ്മ്യൂണിസ്റ്റ് നേതാവ് P ജയരാജനടക്കം അത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇസ്ലാമിക സംഘടനകൾ ഉയർത്തുന്ന മുദ്രാവാക്യത്തെ ഒഫൻഡ് ചെയ്യാൻ, അത് വർഗീയമായ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്ന ചില നടപടികളെ ഒഫൻഡ് ചെയ്യാൻ കേരളത്തിൽ ഇന്ന് BJP ഒഴിച്ചുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും തൻ്റെ ഇടമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് ഞാൻ പറഞ്ഞത്. കേരളം സമ്പൂർണ്ണമായി ഇസ്ലാമിന് കീഴടങ്ങി എന്ന് പറയും ഇസ്ലാമൈസേഷന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പരിഹാരം യഥാർത്ഥത്തിൽ ഇതിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ രണ്ട് വിഭാഗങ്ങൾ ക്രൈസ്തവരും ഹിന്ദുക്കളുമാണ്. വായുത്ത് ഞാൻ ചോദിക്കട്ടെ, എന്തടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾക്ക് 10%, 12% സംവരണം കേരളത്തിൽ നൽകുന്നത്? 1980 മണ്ഡൽ കമ്മീഷൻ പുറത്തു വന്നത്. അത് 89 നമ്മുടെ VP സിംഗിൻ്റെ കാലത്ത് അംഗീകരിക്കപ്പെട്ടത്. 80 പഠനം ആണ് മുസ്ലിങ്ങൾ കേരളത്തിൽ പിന്നോക്കാണെന്നുള്ളത്. 40 വർഷം കഴിഞ്ഞു, 45 വർഷം എത്തി. 45 വർഷം കഴിഞ്ഞിട്ടും അന്ന് പറഞ്ഞ ആ കാര്യത്തിൽ നിൽക്കുകയാണ് മുസ്ലിങ്ങൾ പിന്നോക്കം. എന്ത് പഠനമാണ് അതിന് ശേഷം നടന്നിട്ടുള്ളത്?
മുസ്ലിം സമുദായം എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും സാമുദായിക രംഗത്തും വ്യാവസായിക രംഗത്ത്, കാർഷിക രംഗത്ത്, കച്ചവട രംഗത്ത് എല്ലാം വളരെ മുന്നേറ്റം നടത്തി എന്നുള്ളത് നമ്മുടെ കണ്ണിൽ കാണുന്ന കാഴ്ചയാണ്. അതിനൊരു പഠനത്തിൻ്റെ ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഒരു പഠനവും കൂടാതെ നമുക്ക് പറയാൻ സാധിക്കും ഇന്ന് എല്ലാ രംഗത്തും മുസ്ലിം സമുദായം മുന്നിൽ നിൽക്കുകയാണ്. പക്ഷേ 12% സംവരണം അവർക്ക് കൂടെ ഉണ്ട്, അതും മതാടിസ്ഥാനത്തിൽ. ഈ കാര്യം എന്തുകൊണ്ട് കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നില്ല? പട്ടികജാതി സമൂഹത്തിന് കിട്ടേണ്ട സംവരണം, പിന്നോക്ക ഹിന്ദു സമൂഹത്തിന് കിട്ടേണ്ട സംവരണം ആണ് മുസ്ലിം സംഘടനകൾ അവരുടെ സമ്മർദ്ദ ശക്തി ഉപയോഗിച്ച് കുത്തിക്കവർന്നെടുക്കുന്നത്, പിടിച്ചു പറിക്കുകയാണ്. എന്നിട്ട് അവർ ജാതി സെൻസസിനെ കുറിച്ച് പറയുകയാണ്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ അവരുടെ കേസ് നടക്കുക. ഈ സംവരണത്തിന് പുനർനിർണയം നടത്തണം. അവരുടെ ഉദ്ദേശം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോളൂ. അവരുടെ ഉദ്ദേശം ഇപ്പോൾ OBC എന്ന സംവരണത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തി ഈഴവർക്ക് സംവരണം കൊടുക്കുന്നുണ്ട്. ഈഴവരുടെ ജനസംഖ്യ ഞങ്ങളെക്കാൾ താഴെയാണ്, അതുകൊണ്ട് ഈഴവർക്ക് കൊടുക്കുന്ന സംവരണത്തെക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് തരണം. ഇതാണ് അവരുടെ ആവശ്യം. ജനസംഖ്യാനുപാതികമായി സംവരണം പുനർനിർണയിക്കണം. ആര് പറയുന്നു? മുസ്ലിം സംഘടനകൾ പറയുന്നു. സംവരണത്തിന് അർഹതയില്ലാത്ത ഒരു സമൂഹം സംവരണം പിടിച്ചു വാങ്ങിക്കൊണ്ട് അവർ കൂടുതൽ അവകാശത്തിന് വേണ്ടി വാദിക്കുകയാണ്. ഇത് തെറ്റാണെന്ന് പറയാൻ കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറായിട്ടുണ്ടോ? ആ വിഷയം ഏറ്റെടുക്കണ്ടേ? സത്യത്തിൽ BJPയുടെ ആ വിഷയം ഏറ്റെടുക്കണം. ഏതടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾക്ക് 12% സംവരണം കൊടുക്കുന്നത്? ആ വിഷയം ചർച്ച ചെയ്യേണ്ടതല്ലേ? അതുകൊണ്ട് മതസംവരണം കേരളത്തിൽ ഇത്രയും വലിയ തോതിൽ നിലനിൽക്കുന്നത് ഈ സംഘടിത ഇസ്ലാമിക ശക്തിയുടെ ബലം കൊണ്ടാണ്. സ്വാഭാവികമായിട്ടും ഒരു നസ്രാണി മുതൽ നായാടി വരെയുള്ള സമൂഹത്തിൻ്റെ ഏകീകരണമോ അല്ലെങ്കിൽ ഒരു യോജിപ്പോ കേരളത്തിൽ അനിവാര്യമായിരിക്കുന്നു എന്നുള്ളതാണ് ആനുകാലിക സംഭവങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്.